വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ സ്തംഭനാവസ്ഥ തുടരുന്നു. ട്രെയിലർ തൊഴിലാളികളുടെ സമരം 4ാം ദിവസത്തിലേക്ക് കടന്നിട്ടും പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തെളിഞ്ഞിട്ടില്ല. ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാമെന്ന് തൊഴിലാളികൾ, വിളിക്കാതെ വന്നാൽ ചർച്ചയാവാമെന്ന് ദുബായ് പോർട്ട് വേൾഡ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലെ ട്രെയിലർ ജീവനക്കാരുടെ സമരം 4ാം ദിവസത്തിലേക്ക് കടന്നിട്ടും പ്രശ്നപരിഹാരത്തിനുള്ള ക്രിയാത്മകമായ നിർദ്ദേശം ഒരു ഭാഗത്തു നിന്നും ഉയർന്നിട്ടില്ല. ടെർമിനലിനുള്ളിലേക്ക് ക്ലീനർമാരെ പ്രവേശിപ്പിക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ മണിക്കൂറുകളോളം ക്ലീനർമാർ ടെർമിനലിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കി വിശ്രമ സൗകര്യം ഒരുക്കുക. അനുകൂല തീരുമാനമില്ലെങ്കിൽ ഒത്തുതീർപ്പിനില്ലെന്നാണ് തൊഴിലാളി സംഘടനകളുടെ നിലപാട്. കാക്കക്കാലിന്റെ തണല് പോലുമില്ലാത്ത ഒരു മരുഭൂമിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പൊള്ളാച്ചി ചന്തയിലെ അറവുമാടുകളെ പോലെ ഇങ്ങനെ പുറത്ത് കുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതുവരെയായിട്ട് തൊഴിലാളികൾ ഡ്രൈവറും ക്ലീനറും ഒന്നിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ക്ലീനർമാരെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് വിവേചനപരമാണ്. ഇതിന്റെ കാരണം അവർ സ്വമേധയാ പറയുന്നത്, സ്വേച്ഛാപരമായിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇന്റർനാഷണൽ സേഫ്റ്റി മെഷേഴ്സാണ് സ്വീകരിക്കുന്നത്. സേഫ്റ്റി മെഷേഴ്സൊക്കെ ഇന്റർനാഷണൽ ആയിക്കോട്ടെ, നല്ലത്. എന്നാൽ ലേബർ സ്റ്റാൻഡേർഡ്സും ഇന്റർനാഷണൽ ആക്കണം. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ തൊഴിലാളികളെ മനുഷ്യരായി കണ്ടുകൊണ്ട് അകത്തൊരു വെയിറ്റിംഗ് ഷെഡും ഒരു താമസ സൗകര്യവും ഉണ്ടാക്കിക്കൊണ്ട് അവരവിടെ നിർത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുക, തൊഴിലാളി വരുന്നത് വരെ. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ക്ലീനർമാരെ അനുവദിക്കാനാവില്ലെന്നാണ് ദുബായ് പോർട്ട് വേൾഡിന്റെ നിലപാട്. സുരക്ഷാ കാര്യത്തിൽ ഉൾപ്പെടെ ലോക നിലവാരം പുലർത്തുന്ന വല്ലാർപാടത്ത് കൊച്ചി തുറമുഖത്തുണ്ടായിരുന്ന അരാജക പ്രവണതകൾ അംഗീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ സമവായത്തിന് തയ്യാറായെങ്കിലും സമരം തുടരുന്നത് സംഘടനകൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ്. പ്രത്യേക സാമ്പത്തിക മേഖലയായ വല്ലാർപാടത്ത് തൊഴിലാളി സംഘടനകളുടെ അനാവശ്യ സമരങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പോർട്ട് വേൾഡ് അധികൃതർ പറയുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സജീവമായി ഇടപെടലുണ്ടായില്ലെങ്കിൽ വല്ലാർപാടം ടെർമിനലിന്റെ പ്രവർത്തനങ്ങൾ ആദ്യ വർഷം തന്നെ താറുമാറാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മനോരമ ന്യൂസ്,